എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് വന്നിട്ട് നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ള നല്ലൊരു ഇളനീർ പുഡിങ്ങിന്റെ റെസിപ്പിയാണ്. നമ്മുടെ പെരുന്നാളിനൊക്കെ നിങ്ങൾ റെസിപ്പിയൊക്കെ തിരഞ്ഞ് നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കേണ്ട മസ്റ്റ് ആയിട്ടാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകും, അത്രക്ക് ടേസ്റ്റാണ്. ഈ കാണുന്ന പോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇളനീരൊക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് നല്ല എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. സൽക്കാരങ്ങളിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നോക്കാം, വീഡിയോയിലോട്ട് പോവാം. പോകുന്ന മുന്നേറ്റ് നിങ്ങൾക്ക് എൻ്റെ റെസിപ്പിയൊക്കെ ഇഷ്ടപ്പെട്ടു വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കയറി കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം തന്നെ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൂടി ചെയ്യുക. അപ്പം നമുക്ക് പെട്ടെന്ന് എങ്ങനെയാണ് നോക്കാം. അപ്പം ഞാനിതാ ഒരു ഇളനീര് എടുത്തിട്ടുണ്ട്. അതിനിപ്പോൾ ഇതുപോലെ ഒന്ന് വെട്ടിയെടുത്തിട്ടുണ്ട്. അതിനിപ്പോൾ ഒരു പാത്രത്തിലോട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റാം. അപ്പം ചില ഇളനീരിൽ വെള്ളം കുറവായിട്ടായിരിക്കും. ഇതിലിപ്പോൾ ഒരു 1.5 കപ്പ് വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു അളവിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം അതിലേക്കുള്ള ഇൻഗ്രീഡിയൻറ്റും കാര്യങ്ങളാണ് ഞാനിപ്പം പറയുന്നത്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ചൈന ഗ്രാസ് ആണ്. 10 ഗ്രാമിൻ്റെ ചൈന ഗ്രാസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പം അതിൽ നിന്ന് ഒരു 8 ഗ്രാമോളം മതിയാവും. കാരണം 1.5 കപ്പ് വെള്ളമല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു ചെറിയൊരു കഷ്ണം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി ഇതാ ഇതുപോലെ ഒന്ന് വെള്ളത്തിലിട്ടിട്ട് ഒരു 1/2 കപ്പ് വെള്ളത്തിലിട്ടൊന്ന് കുതിർക്കാൻ മാറ്റി വെക്കാം. അപ്പൊ നമ്മളെ ഇളനീര് ഇതാന്ന് ചൂടായി വരട്ടെ. ആ ടൈമിൽ നമുക്ക് ഈ ഒരു നമ്മളെ ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ആകാൻ വെക്കാം. അപ്പൊ ചെറിയ സിമ്മാക്കി കൊടുത്താൽ മതി. അപ്പൊ അതൊന്ന് മെൽറ്റ് ആകുമ്പോൾ നമ്മളെ ഈ ഒരു ഇളനീർ വെള്ളം ചൂടായി കിട്ടും. അപ്പൊ ആ ചൂടാൻ ടൈമിൽ എന്താ വെച്ചാൽ പഞ്ചസാര നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തുള്ളത്. മധുരം നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. നമുക്ക് ഇളനീരൊക്കെ ആകുമ്പോൾ വെള്ളത്തിൽ അത്യാവശ്യം മധുരം ഉണ്ട്. അപ്പൊ അതിനനുസരിച്ച് ഞാനൊരു 4 സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ അത് നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇത് ചൂടാൻ ടൈമിൽ നമുക്ക് ഇതിലേക്ക് ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം. അപ്പം അഗർ എന്ന പൊടി കൂടി കിട്ടും കേട്ടോ. ഈ ഒരു ചൈന ഗ്രാസിന് പകരമായിട്ട് അത് യൂസ് ആക്കാം. പക്ഷെ അത് എല്ലാവർക്കും കിട്ടിക്കോളുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ചൈന ഗ്രാസ് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പൊ അതിന് പകരമായിട്ട് പിന്നെ വേറൊരു സംഭവം ഉണ്ട്, ജലാറ്റിൻ എന്ന് പറയും. പക്ഷെ അത് അത്ര തന്നെ ടേസ്റ്റ് പോരാ. അപ്പൊ അതിലേറെ ഒന്നുകൂടി നല്ലത് ഈ ചൈന ഗ്രാസ് തന്നെയാണ്. അപ്പൊ ഞാനിതാ മെൽറ്റായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇപ്പൊ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി നമുക്കിതാ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ അത് എത്ര തിക്ക് വേണമെന്നില്ല ആ ഒരു അനുസരിച്ച് ഞാനത് ഈ ഒരു ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ബാക്കി ഞാൻ ചെറിയ പാത്രത്തിലോട്ടും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇപ്പൊ നന്നായിട്ടൊന്ന് ചൂടാറി വരട്ടെ. അപ്പൊ ചൂടാറി വന്നിട്ട് നന്നായിട്ടൊന്ന് സെറ്റ് ആവണം. ആ ടൈമിൽ നമുക്ക് ബാക്കിയും കൂടെ ചെയ്തെടുക്കാം. അപ്പൊ അതാ പൾപ്പ് നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു അളവിനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഉണ്ടായിരുന്നു ഇതിലൊരു ഇളനീർ. അപ്പൊ അതാ ഈ ഒരു അളവിൽ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ കുറഞ്ഞ വെള്ളത്തിലൊന്ന് അരച്ചെടുത്താൽ മതി. ഇനിയിപ്പോ ഒരു പാത്രത്തിലോട്ട് 500 ml പാലാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ചൂടായി വരണം. അപ്പൊ ഞാൻ അപ്പുറത്തെ സൈഡിൽ വീണ്ടും അത് 10 ഗ്രാം ചൈന ഗ്രാസ് എടുത്ത് ഒന്ന് മെൽറ്റ് ആക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു അളവിലേക്ക് 2 കപ്പിലോട്ട് പാലിലോട്ട് 10 ഗ്രാം ചൈന ഗ്രാസ് ആണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിലുള്ള മധുരത്തിന് ഞാൻ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനിപ്പോ നിങ്ങൾക്ക് ഇത്തിരി കൂടി മധുരം വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പൊ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മളെ പുഡിങ്ങിന് ഒന്നും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഒന്ന് ചൂടാൻ ടൈമിൽ ഇതുപോലെ നമ്മളെ പൾപ്പും ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നന്നായിട്ടൊന്ന് ആയിട്ട് വരണം. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാച്ചാല് നമ്മളെ ചൈന ഗ്രാസ് ഇതുപോലെ ഒന്ന് മെൽറ്റ് ആയിട്ടുണ്ടാവും. അപ്പം അതും കൂടെ ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ആ ചൂടോട് കൂടി തന്നെ നമുക്ക് അരിപ്പയിലൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നേരത്തെ ഇളനീരിന്റെ വെള്ളം നമ്മൾ സെറ്റ് ആക്കിയല്ലോ, അത് നേരെ ഫ്രിഡ്ജിലോട്ട് മാറ്റണം കേട്ടോ. അപ്പൊ ഒരു അരമണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്കും ഇതുപോലെ നന്നായിട്ട് സെറ്റ് ആയിട്ട് വരും. മറ്റേത് നമുക്ക് തിളച്ച് വരുന്ന ടൈമിൽ ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ. അപ്പൊ അത് ഓഫ് ആക്കിയിട്ട് ഒന്ന് ചെറിയ ചൂടിൽ തന്നെ നമുക്കിത് സെറ്റ് ആക്കാൻ വെക്കാം. ഇനിയിപ്പോ അതുപോലെ ഒന്ന് കട്ട് ചെയ്യുക. അപ്പൊ ചെറിയ ക്യൂബുകളായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോ കാണുന്ന പോലെ തന്നെ നല്ലൊരു സോഫ്റ്റും എന്താ പറയാ വായിലിട്ടാൽ അലിഞ്ഞു പോകും, അത്രക്ക് ടേസ്റ്റ് ആട്ടോ. അപ്പൊ ഇളനീരിന്റെ ഒക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. നമ്മളെ പെരുന്നാളിനും അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റില്ല, മസ്റ്റ് ഐറ്റം തന്നെയാണ് ഇത്. അപ്പൊ അതെല്ലാവരും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ ഇതുപോലെ ഒന്നിങ്ങനെ നമുക്ക് ഇളക്കി കൊടുത്താൽ മതിയാവും. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് കിട്ടും കേട്ടോ ക്യൂബ്. അപ്പൊ സാവകാശം നമുക്ക് എന്താ വെച്ചാൽ ഇനി ഒരു നമ്മൾ പുഡിങ് ചെയ്യുന്ന ആ ട്രെയിലോട്ട് കുറേശ്ശെ മാറ്റിയെടുക്കാം. അപ്പൊ ഞാൻ പകുതി ഭാഗം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ സാവകാശം വേണം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ വളരെ സോഫ്റ്റ് ആണ്, അത് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവും. അപ്പൊ ഇതുപോലെ നമുക്ക് ഓരോന്നായിട്ട് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാൻ പകുതി ഭാഗമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷനോ അതുപോലെ തന്നെ സൽക്കാരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അത് തന്നെയാണ് കേട്ടോ. അപ്പൊ അതാ ചെറിയ ചൂടോട് കൂടി തന്നെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് ഏകദേശം ഫുൾ ആയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ളത് കൂടെ ഇതിന്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം.
ഇനി ബാക്കിയുള്ളത് ഞാനിത് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ചെറിയ ചൂടോടുകൂടി ചൂടൊന്ന് ആറിയതിന് ശേഷം, അതായത് നല്ല ചൂടാവും ചെയ്യരുത്, എന്നാൽ ചെറിയ ചൂടാവണം കേട്ടോ. അപ്പൊ ആ ടൈമിൽ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ ഇതിന്റെ മേൽഭാഗത്ത് അതുപോലെ തന്നെ ഇങ്ങനെ നിൽക്കും കേട്ടോ. പക്ഷെ നല്ല ചൂടോടുകൂടി ഒഴിച്ചു കൊടുക്കരുത്. ഇനി ബാക്കിയൊക്കെ ഞാൻ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് സെറ്റ് ആക്കാൻ വെക്കണം കേട്ടോ. അപ്പൊ ഫ്രിഡ്ജിൽ ഓവർനൈറ്റ് ആണെങ്കിൽ തലേന്ന് നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ പിറ്റേന്ന് നന്നായിട്ട് അതുപോലെ കാണുന്ന പോലെ തന്നെ കഴിക്കാനും അഡർ ടേസ്റ്റ് തന്നെയാണ്. നമുക്കിത് കട്ട് ചെയ്ത് കഴിക്കാം, അല്ലാതെ നമുക്ക് എന്താ പറയാ സ്പൂൺ തൊട്ട് അതുപോലെ കോരി കഴിക്കണം എന്നുള്ളവർക്ക് അങ്ങനെയും കഴിക്കാം കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റ് തന്നെയാണ്. തണുപ്പിച്ച് കഴിക്കുമ്പോൾ എന്താ പറയാൻ പറ്റാത്ത ടേസ്റ്റാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോ, മസ്റ്റ് ആയിട്ട് തന്നെ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ ഞാനിതാ പിറ്റേ ദിവസമാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് സെറ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഒന്ന് സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് ഇതാക്കി കൊടുക്കട്ടോ, ചെറുതായിട്ടൊന്ന് ഇന്ന് അടർത്തി കൊടുക്കണം. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് പോന്ന് കിട്ടും. അപ്പൊ ഞാനിതാ വേറെ പാത്രത്തിലോട്ടൊന്ന് മാറ്റുകയാണ്. അപ്പൊ അതുപോലെ ഒന്ന് കമത്തി കൊടുത്താൽ തന്നെ പെട്ടെന്ന് തന്നെ അടർന്ന് കിട്ടും. അപ്പൊ നല്ല പെർഫെക്ഷനോട് കൂടി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ സോഫ്റ്റ് ആണ്. ഇനിയിപ്പോ ഇതൊന്ന് നമുക്കൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. വളരെ സോഫ്റ്റ് ആട്ടോ, അതുപോലെ തന്നെ നമുക്ക് കിട്ടും. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ ഒരു കണക്കിൽ തന്നെ ചെയ്ത് നോക്കുക. അതായത് നമ്മൾ ഈ എടുക്കുന്ന സംഭവങ്ങൾ അതേപോലെ തന്നെ അളവും കാര്യങ്ങളും ചെയ്താൽ ഇതുപോലെ പെർഫെക്ഷനോട് തന്നെ നമുക്ക് നല്ലൊരു പുഡിംഗ് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ സൽക്കാരങ്ങളിലോ ഒക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കണം. നിങ്ങൾ ഈ ഒരു പുഡിംഗ് നിങ്ങൾ മസ്റ്റ് ആയിരുന്നു ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെയ്ക്കും ഒരിക്കൽ കൂടി എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ, താങ്ക് യു.